ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത് സിലോപ്പിയ വറുത്തരച്ച് വയ്ക്കാനാണ് പോകുന്നത്, തേങ്ങയൊക്കെ അരച്ചിട്ട്. അപ്പം നമ്മൾ ആ വറുത്തരയ്ക്കുന്ന അരിപ്പിലോട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാം. ആ വറുക്കുന്നതിന് തേങ്ങ, വേപ്പില, കുരുമുളക്, ഒരു ചെറിയ കറുവപ്പട്ട, വലിയ ജീരകം, ചെറിയുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്കത് വറുത്താലോ? അപ്പോൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനാവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ, തേങ്ങ വറുക്കാൻ മാത്രം അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം മൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് തേങ്ങ നല്ല മൂപ്പാകുമ്പോൾ നമുക്കത് മിക്സിയിൽ ആദ്യം ഒന്ന് പൊടിച്ചിട്ട് വെള്ളമൊഴിച്ച് അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. നമുക്ക് ആ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം. നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയാൻ വെച്ച് ഒന്ന് കല്ലുപ്പൊടി ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അതിൽ നന്നായിട്ട് വൃത്തിയാകും. അതിൻ്റെ ചേറ് ടേസ്റ്റും ഒക്കെ അത് പോയി കിട്ടും. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ ടേസ്റ്റും നമുക്ക് മാറിക്കിട്ടും. കഴുകി വാരി വെച്ച് ഇനി നമുക്ക് അതിലോട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് തേങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കാറുണ്ട് തേങ്ങ വറുക്കുന്നതിന്. എല്ലാം കൂടി ചെറുതീയിൽ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ട സാധനങ്ങൾ നോക്കാം. 3 പച്ചമുളക് കീറിയതും കുടംപുളിയും ഇട്ട് കൊടുക്കുക. അതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായ വെള്ളം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആ കറി തിളച്ച് അതിൽ ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോയാൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അതിലേക്ക് ഇതേന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവത്തെ തന്നെയാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. കഷ്ണിച്ചിട്ടില്ല. കഷ്ണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ആയിട്ട് നമുക്ക് കറിയിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. മീൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. ശേഷം നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കരുത്, ചുറ്റിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ചട്ടി ഒന്നിങ്ങനെ മൂടി വെച്ച് ഒരൊറ്റ തിള. അത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വരുന്നുണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പറ്റുന്ന കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പറയുക. ഓക്കെ, ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.